അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ മുങ്ങിത്താഴുകയാണ്. ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയാതെ സൈനിക നടപടിയിലൂടെ ഒന്നും സാധിക്കുകയില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നതാണ് ട്രംപിന്റെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇറാൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. ഏത് ചർച്ചയാണെങ്കിലും ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലുള്ള പരമാധികാരം അംഗീകരിക്കാതെ വെടിനിർത്തലിനില്ല. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. ഏത് കപ്പലുകളാണെങ്കിലും ഇറാന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇറാൻ പറയുന്ന പരമാധികാരം എന്ന് പറഞ്ഞാൽ ഇറാന് അവിടെ നീങ്ങുന്ന കപ്പലുകൾക്ക് ഫീ ഏർപ്പെടുത്തേണ്ടി വരും. അതിനുള്ള പരമാധികാരം ഇറാന് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക 100% പരാജയപ്പെട്ടു, ഇളിഭ്യരായി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അഭിമാന പ്രശ്നം മാത്രമായി മാറുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഹോർമുസ് കടലിടുക്കിൽ സാധിക്കുമോ? ഇല്ല. നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ ഫുജൈറയിലെ ടാങ്കർ തുറമുഖം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അമേരിക്ക അവരുടെ യുദ്ധക്കപ്പലുകളെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമേരിക്ക പൂർണ്ണമായും സുരക്ഷിതത്വം നൽകും, എസ്കോർട്ട് നൽകും, കപ്പലുകൾ, വാണിജ്യ കപ്പലുകൾക്ക് സർവീസ് നടത്താമെന്ന് പറഞ്ഞു ധൈര്യം നൽകി. യുഎയുടെ 2 കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. ഒരു കപ്പൽ പൂർണ്ണമായും ഹോർമുസ് കടലിടുക്കിൽ മുങ്ങിപ്പോയി, രണ്ടാമത്തേത് ഇറാൻ ആക്രമിച്ചു. അത് കാരണത്താൽ ഇപ്പോൾ തുറമുഖം അടച്ചിട്ടിരിക്കുന്നു. കാരണം ഇവിടുന്ന് ടാങ്കറുകൾ നീങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഫുജൈറ തുറമുഖം അടച്ചിട്ടിരിക്കുന്നത്. എണ്ണ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളായിരിക്കുകയാണ്. ഇത് ലോകത്ത് വലിയ ദുരന്തം സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസം മറ്റൊരു മുന്നറിയിപ്പ് കൂടെ ഇറാൻ നൽകിയിട്ടുണ്ട്. ഇനി മറ്റുള്ള കടലിടുക്കുകളും അടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഇറാന്റെ എണ്ണ സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല, ഇറാന്റെ കപ്പലുകൾക്ക് ഉപരോധമുണ്ടെങ്കിൽ ഇനി അടുത്ത സപ്ലൈ ലൈനും കൂടെ അടക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് നമുക്കറിയാം, ചെങ്കടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സ്ട്രൈറ്റ് ഓഫ് മന്ദബിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ കൂടെ അടക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയായിരിക്കും, വലിയ ദുരന്തമായിരിക്കും ലോകം അനുഭവിക്കുക. ഇതിനെല്ലാം മറുപടി പറയേണ്ട സാഹചര്യം ട്രംപിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഹോർമുസ് കടലിടുക്കിൽ മുക്കിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിമാനമില്ലാത്ത അല്ലെങ്കിൽ അന്തസ്സില്ലാത്ത അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത.